ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണാനന്തര ജീവിതത്തിൽ ശിക്ഷ ലഭിക്കുന്ന ഗൗരവമുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ചകളിലൂടെ നാം സംസാരിച്ചു പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം കണ്ട ഒരു സ്വപ്നം സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ആ വിശദീകരിച്ചു കൊടുക്കുന്നതിൽ ചില തെറ്റുകൾ, ചില കുറ്റങ്ങൾ ഏറെ ഗൗരവമുള്ള ഒന്നാണ് എന്ന് പ്രവാചകൻ ശേഷം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവാചകന്റെ സ്വപ്നം എന്നത് വഹിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയും ഭാഗമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സ്വപ്നം സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നതിൽ ഒരു കാര്യം പറയുന്നത്, എന്നെ രണ്ട് മാലാഖമാർ അടുപ്പുപോലെയുള്ള ഒരു കുഴിക്കരികിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി. ഫഇദാ ഫീഹി നിസാഉം വരിജാലുൻ ഉറാത്തുൻ, ആ കുഴിയിൽ നഗ്നരായ സ്ത്രീ പുരുഷന്മാരാണുള്ളത്. വഇദാഹും യഅതീഹിം ലഹീബും മിൻ അസ്ഫല മിൻഹും ഫഇദാ അതാഹുമുൽ ലഹീബു ലൗലൗ. അങ്ങനെ ആ അടുപ്പ് പോലെയുള്ള കുഴിയരികിലൂടെ കൊണ്ടുപോകുന്ന ആ സമയത്ത് നഗ്നരായ ആ സ്ത്രീ പുരുഷന്മാരുടെ ശരീരത്തിലേക്ക് തീനാളങ്ങൾ വരികയും ആ തീനാളങ്ങൾ വരുന്ന സമയത്ത് അവർ ആർത്ത് കരയുകയും ചെയ്യുന്ന ഒരു കാഴ്ച രണ്ട് മാലാഖമാർ എന്നെ കാണിച്ചു തന്നു. അതുകൊണ്ട് ആ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ശിക്ഷയിൽ നിന്ന് ജീവിതത്തിൽ നിങ്ങൾ മാറി നിൽക്കണം
എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ സഹാബിമാർ ചോദിച്ചു, മൻ ഹാഉലായി, ആരാണ് പ്രവാചകരെ അവർ? ജീവിതത്തിൽ അവർ ചെയ്തിരുന്ന ആ ദുസ്വഭാവം എന്തായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സുനാത്തു വസ്സവാനി, അവർ വ്യഭിചാരികളും വ്യഭിചാരിണികളുമായ സ്ത്രീ പുരുഷന്മാരായിരുന്നു എന്നതാണ്. വിശുദ്ധ ഇസ്ലാം ഏറെ ഗൗരവത്തോടുകൂടി സൂചിപ്പിക്കുന്ന ഒരു കുറ്റമാണ്, ഒരു തെറ്റാണ് വ്യഭിചാരമെന്നത്. വ്യഭിചാരത്തിലേക്ക് കടന്നു പോകാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഗൗരവമായി ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. വ്യഭിചാരത്തിലേക്ക് ഒരു മനുഷ്യൻ പോകാതിരിക്കാനാണ് പ്രായവും പക്വതയും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹിതരാകണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. വിവാഹം കഴിക്കാതെ അള്ളാഹുവിങ്കലേക്ക്, ദൈവത്തിങ്കലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യനായി തീരാം. അതുകൊണ്ട് വിവാഹിതരാകാതിരിക്കണം എന്ന കൺസെപ്റ്റ് ഇസ്ലാമിനില്ല. ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച മതമാണ്. നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന്. ഇസ്ലാമിന്റെ ഏത് നിർദ്ദേശങ്ങളും അത് മനുഷ്യന് വളരെ വിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള നിർദ്ദേശങ്ങളായിരിക്കും. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്, ഹേ യുവാക്കളെ, നിങ്ങൾക്ക് പ്രായവും പക്വതയും പാകതയും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹിതരാകണം. അതെന്തിനാണ്? ഫഇന്നഹു അഗല്ലു ലിൽ ബസ്വരി, നിങ്ങളുടെ ദൃഷ്ടിയെ, നിങ്ങളുടെ കാഴ്ചയെ താഴ്ത്താനും, വഅഹ്സനു ലിൽ ഫർജ്, നിങ്ങളുടെ ഗുഹ്യാവയവത്തെ സംരക്ഷിക്കാനുമാണ്. എന്ന് മാത്രമല്ല, വിവാഹത്തിന്റെ ലക്ഷ്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന കാര്യങ്ങൾ മുഹ്സിനീന ഗൈറ മുസാഫിഹീന വലാ മുത്തഖിദി അഹ്ദാൻ, അതൊരായത്തിന്റെ ഇടയിലുള്ള ഭാഗമാണ്. മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ വലാ മുത്തഖിദാത്തി അഹ്ദാൻ, ഒന്ന് പുരുഷന് നൽകുന്ന നിർദ്ദേശമാണ്, മറ്റൊന്ന് സ്ത്രീക്ക് നൽകുന്ന നിർദ്ദേശമാണ്. അതുകൊണ്ടാണ് വളരെ ചെറിയ ഒരു താഇന്റെ മാറ്റത്തോടു കൂടി ആ ആയത്തുകൾ ഒരേപോലെ വന്നത്. രണ്ടുപേർക്കും ഒരേ നിർദ്ദേശമാണ്. എന്തിനാണ് വിവാഹിതരാകുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ഒന്ന്, മനസ്സും ശരീരവും സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ, വിശുദ്ധനായി മാന്യനായി ജീവിക്കാൻ. അതാണ് ഒന്നാമത്തേത്. അതിനാണ് വിവാഹം. നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും സംതൃപ്തി ഉണ്ടാകണം. നമ്മുടെ ആഗ്രഹങ്ങൾ വൈവാഹിക ജീവിതത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടണം. ഇത് പുരുഷനും സ്ത്രീയും വൈവാഹിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. രണ്ടാമത്തേത്, അതിലൂടെ വിശുദ്ധനായി മാന്യനായി ജീവിക്കാനാണ്. രണ്ടാമത്തേത് പറയുന്നത് ഗൈറ മുസാഫിഹീന വലാ മുത്തഖിദി അഹ്ദാൻ, ഗൈറ മുസാഫിഹാത്തിൻ വലാ മുത്തഖിദാത്തി അഹ്ദാൻ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനാണ് വിവാഹിതരാകുന്നത്. മനുഷ്യന് ആഗ്രഹങ്ങളുണ്ട്, മനുഷ്യന് താല്പര്യങ്ങളുണ്ട്. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഏറെയുള്ള ഒന്നാണ് വ്യഭിചാരത്തിന്റെ വിവിധങ്ങളായ വശങ്ങൾ. അപ്പോൾ എന്തിനാണ് വിവാഹം? നിങ്ങൾ വ്യഭിചരിക്കാതെ ജീവിക്കാനാണ്. വലാ മുത്തഖിദി അഹ്ദാൻ വലാ മുത്തഖിദാത്തി അഹ്ദാൻ, രഹസ്യ കാമുകിമാരെ, രഹസ്യ കാമുകന്മാരെ സ്വീകരിക്കാതെ ജീവിക്കാനാണ്. എത്ര കൃത്യമാണെന്ന് ആലോചിച്ചു. എന്തിനാണ് വൈവാഹിക ജീവിതം? മനസ്സും ശരീരവും സംതൃപ്തിയോടുകൂടി ജീവിക്കാനാണ്. വ്യഭിചാരത്തിലേക്ക് പ്രവേശിക്കാതെ ജീവിക്കാനാണ്. രഹസ്യ കാമുകിമാരെയും രഹസ്യ കാമുകന്മാരെയും സ്വീകരിക്കാതെ ജീവിക്കാനാണ്. അപ്പോൾ ഖുർആൻ അത് പറഞ്ഞതിൽ അതിന്റെ ഒരു ലക്ഷ്യമുണ്ട്, അതിന്റെ ഉദ്ദേശമുണ്ട്. ഈ ലക്ഷ്യവും ഉദ്ദേശവും എത്രത്തോളം പൂർത്തീകരിക്കുന്നുവോ അത്രയും മനസ്സമാധാനം കുടുംബജീവിതത്തിൽ ഉണ്ടാവും. ഇത് എത്രത്തോളം സൂക്ഷിക്കാതിരിക്കുന്നുവോ അത്രത്തോളം പ്രയാസങ്ങൾ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരും. ഇസ്ലാം വെറുതെ പരലോകത്ത് മാത്രം രക്ഷപ്പെടാനുള്ള നിയമങ്ങളല്ല പറയാം. ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാല് അത് എത്രത്തോളം കാത്തു സൂക്ഷിക്കുന്നുവോ അത്രത്തോളം സമാധാനവും സ്വസ്ഥതയും ഈ ദുനിയാവിലും നമുക്ക് ലഭിക്കും. വ്യഭിചാരം എന്നത് മഹാപാപമാണ്.
ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ. ഒരു മനുഷ്യൻ വ്യഭിചാരിയാകുമ്പോൾ അവൻ മുഅ്മിൻ എന്ന കളത്തിൽ നിന്ന് ഔട്ടാകുന്നു. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒരാൾ വ്യഭിചാരിയാകുമ്പോൾ മുഅ്മിൻ സത്യവിശ്വാസി എന്ന കളത്തിൽ നിന്ന് ആ മനുഷ്യൻ ഔട്ടാകുന്നു. അപ്പോഴെന്താ നഷ്ടപ്പെടുക? അപ്പോൾ നിർഭയത്വം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, ഒരുതരം അന്യതാബോധം സമൂഹത്തിലേക്ക് കടന്നു വരും. വ്യഭിചാരം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ആളുകൾക്ക് അവർക്ക് ജീവിതത്തിൽ സംതൃപ്തി കുറവായിരിക്കും. സംതൃപ്തിക്ക് വേണ്ടിയായിരിക്കും ആളുകൾ വ്യഭിചാരത്തിന്റെ വിവിധങ്ങളായ വശങ്ങളെ സമീപിക്കുക. പക്ഷേ സംതൃപ്തി കുറയും. കേരളത്തിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ 9% ഉണ്ടായിരുന്ന എയ്ഡ്സ് രോഗികൾ 2025 കണക്ക് വന്നപ്പോ 14.2 എത്തി നിൽക്കുകയാണ്. അപകടകരമായ അവസ്ഥയിലേക്കാണ്. 15 വയസ്സിനും 24 വയസ്സിനുമുള്ള ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഇടയിലാണ് ഇത് വർദ്ധിക്കേണ്ടത്. എന്താ കാരണം? എല്ലാത്തിനെയും നോർമലൈസ് ആക്കി. പറയുമ്പോ ഒക്കെ നോർമലൈസ് ആയിരിക്കും, കേസ് വന്നാലോ വലിയ പ്രശ്നമായിരിക്കും. ഈ നോർമലൈസ് ചെയ്താലുള്ള വിഷയം എന്താ വെച്ചാൽ ചെറുപ്പക്കാർ ഇതൊക്കെ പോകും. എന്താ ഒപ്പം പോയാല്, എന്താ ഒപ്പം ഒന്ന് സഞ്ചരിച്ചാല്, എന്താ കൂടെ ഒന്ന് യാത്ര ചെയ്താല്, അല്ലേ? ഒരു പുരുഷനും സ്ത്രീയും ഒരു രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന യാത്ര ഒറ്റക്ക് നടത്താൻ പാടുണ്ടോ? ഇല്ല, പാടില്ല. നിങ്ങളെ മതം വളരെ മോശമല്ലേ, നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലല്ലേ? എന്നാ ഒരു സ്ത്രീയോട് ഒരാൾ ചോദിക്കാം, നമുക്ക് രണ്ടാക്കും ഒറ്റക്കൊന്ന് യാത്ര പോയാലോ? അപ്പൊ അത് കേസായി. ഇതെങ്ങനെ രണ്ടും ഒന്നാണ്? ഒന്നാമത്തത് പറയുമ്പോൾ പറയും നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ല, നിങ്ങളെ മതത്തിന് നേരം വെളുത്തിട്ടില്ല. അപ്പൊ ഒരാൾ ചോദിച്ചാൽ പിന്നെ എങ്ങനെ കേസാകുക? അപ്പൊ ഞാൻ പറയുന്നത്, ഈ പുരോഗമനം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ നാട്ടിലേക്ക് ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് നിയന്ത്രണങ്ങളില്ലാത്ത ജീവിതത്തിലേക്ക് മനുഷ്യർ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം ഭാര്യയോട് മാന്യമായി സംസാരിക്കാൻ പോലും വ്യഭിചരിക്കുന്ന ഒരു പുരുഷൻ സാധിക്കൂല. അയാൾക്ക് ദേഷ്യം വരും പെട്ടെന്ന്. ഒരു അന്യ സ്ത്രീ ഒരു ചെറുപ്പക്കാരന്റെ ഒരു പുരുഷന്റെ മനസ്സിലേക്ക് കയറിയാൽ പിന്നെ അയാൾക്ക് ഭാര്യയുമായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയൂല. എത്രത്തോളം മനസ്സിലേക്ക് കയറുന്നോ അത്രത്തോളം ജീവിതത്തിലെ സുഖം, സന്തോഷം, സമാധാനം കുറയും. ഒരു സ്ത്രീയുടെ, വിവാഹിതയായ ഒരു സ്ത്രീയുടെ മനസ്സിലേക്ക് ഒരു അന്യപുരുഷൻ കയറിയാൽ, ആ അന്യപുരുഷനുമായി നിരന്തരമായി ചാറ്റിംഗിൽ ഏർപ്പെട്ടാൽ സ്വാഭാവികമാണ് ഭർത്താവിനോടുള്ള ഇഷ്ടം കുറയും. ഇതൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല, ഇതൊക്കെ ഉള്ളതാണ്. നമുക്കറിയല്ലോ, നമ്മൾ മനുഷ്യന്മാരല്ലേ. മനുഷ്യന്മാരെന്നെയാണല്ലോ ഇവിടെ പുരോഗമനം എന്ന് പറഞ്ഞു പലതും ഉണ്ടാക്കണേ. നമ്മൾ മനുഷ്യന്മാരല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്നതാണ് പറയുന്നത്. രണ്ടാമത്തേത് സ്വയം നിന്ദ്യനാകും. സ്വയം നിന്ദ്യനാകും. സ്വയം നിന്ദ്യനാകുക എന്ന് പറഞ്ഞാൽ അറിയോ? വ്യഭിചരിക്കുന്ന മനുഷ്യന്മാർക്ക് ആരാധനകളിൽ പോലും ഹൃദയ സാന്നിധ്യം ഉണ്ടാവില്ല. ആരാധന നടത്തുന്നതിനറിയോ? സമാധാനത്തിനാണ്. പക്ഷെ അയാൾ ഇങ്ങനെ സ്വയം വിചാരിക്കും, ഞാൻ അപ്പൊ ഇതൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കാണുന്ന ഒരാളല്ലേ, അല്ലെങ്കിൽ മോശം ജീവിതം നയിക്കുന്ന ആളല്ലേ, അയാൾക്ക് സ്വയം എന്തുണ്ടാവില്ല? സമാധാനം ഉണ്ടാവില്ല. ആരാധനകൾ എന്തിനാ? നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാനാ. ആരാധനകൾ നമുക്കൊരു സമാധാനം ഉണ്ടാകാനാണ്. ആരാധനകൾ നാളെ പരലോകത്ത് രക്ഷപ്പെടാനാണ്. പക്ഷെ അയാൾ സ്വയം അയാളെ കുറിച്ച് വിലയിരുത്തുക, ഞാൻ എന്തെങ്ങനെ. തെറ്റുകൾ മനുഷ്യരിൽ സംഭവിക്കാം, വീഴ്ചകളും ന്യൂനതകളും അപാകതകളും ഉണ്ടാകാം. അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുന്നവരാണ് മനുഷ്യർ. ഇന്നലെ വരെ ചെയ്ത തെറ്റ് ഇന്നൊരാൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അയാൾക്കില്ല, അയാൾ പിന്നെ അതിൽ മോചിതനാകുകയാണ്. അതാണ് ഇസ്ലാം നൽകുന്ന ഒരു സമാധാനം. വ്യഭിചാരത്തിലേക്ക് മനുഷ്യർ ചെന്നാൽ കുടുംബം തകരാറിലാകും, മക്കൾ വെറുക്കും, മാതാപിതാക്കൾ വല്ലാത്ത പ്രയാസത്തിലാകും, മാനസികമായ സമ്മർദ്ദത്തിലേക്ക് ആ മനുഷ്യന്മാർ എത്തിപ്പെടും. ഒരു സംശയമല്ല. സന്തോഷത്തിന് വേണ്ടി ചെന്നതാ, പക്ഷെ എല്ലാം തകരാറിലായി. സമൂഹത്തിൽ നിന്ദ്യനായി, സമൂഹത്തിൽ മോശക്കാരനായി മാറും. അപ്പൊ മനുഷ്യന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, വീട്ടിൽ നിന്നിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആരാ വീട്ടിലുള്ളത്? നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭാര്യ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആരാണ് വീട്ടിലുള്ളത്? ആരാ അധ്വാനിക്കാൻ പോയിട്ടുള്ളത്? എന്തിനാണ് 35-40 വയസ്സാകുമ്പോ എന്റെ ഭർത്താവ് 1-2 കൊല്ലം പ്രവാസ ലോകത്ത് ആ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കഷ്ടപ്പെടുന്നത്? ഒരു ചാൺ വയറിന് വേണ്ടിയാണോ? അല്ല, എനിക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി എന്നൊരു ഭാര്യക്ക് ചിന്തിക്കാൻ കഴിയണം.
അത് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ, അത് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വരും. ഒന്നും ഇവിടെ ഒളിച്ചു വെക്കാൻ കഴിയില്ല. അള്ളാഹു ചെറിയ ചെറിയ ടെസ്റ്റുകളും ചെറിയ ചെറിയ ശിക്ഷകളും ഒക്കെ മനുഷ്യർക്ക് നൽകുന്നത് ഈ ദുനിയാവിൽ എന്തിനറിയോ? ചിലതൊന്നൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടും. എന്തിനാ? അത് ഒരു സൂചനയാണ്, തിരിച്ചു വരാനുള്ള ഒരു സൂചനയാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, എന്റെ വീട്ടില് എനിക്ക് ഇത്ര കുട്ടികളുണ്ട്, എന്റെ വീട്ടിൽ എനിക്ക് വേണ്ടി ഇതൊക്കെ തയ്യാറാക്കി തന്ന ഒരു ഭാര്യയുണ്ട്, എനിക്ക് വേണ്ടി പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന ഒരു ഭർത്താവുണ്ട്. ഭർത്താവില്ലാതെ ജീവിക്കാൻ ഒരു സ്ത്രീക്ക് കഴിയുന്നില്ലേ? വളരെ ഡീസന്റ് ആയി ഭർത്താവിനോട് പറയാ, എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന്. അപ്പൊ കുറച്ച് സുഖ സൗകര്യങ്ങളൊക്കെ കുറവുണ്ടാവും, എന്നാലും എന്ത് ചെയ്യാ? സന്തോഷത്തിലൂടെ ജീവിക്കുക. അതൊക്കെ അവര് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ഒന്നാണ്. അതൊന്നും വ്യഭിചാരത്തിലേക്ക് പോകാനുള്ള കാരണങ്ങളല്ല. അങ്ങനെ പോയാൽ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടും. മുഅ്മിൻ എന്ന കളത്തിൽ നിന്ന് ആ മനുഷ്യൻ ഔട്ടാകും. സ്വാഭാവികമായി ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. കുട്ടികളെ അറിയാതെ പിന്നെ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല, ഭാര്യയുടെ കാര്യം ശ്രദ്ധ ഉണ്ടാവില്ല, കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധ ഉണ്ടാവില്ല. നല്ല കാലമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും. പിന്നെ കൂട്ടിരിക്കാരെ ഉണ്ടാവുള്ളൂ? ഈ ഭാര്യ ഉണ്ടാവുള്ളൂ. ഈ ഭാര്യമാരെയൊക്കെ മർദ്ദിക്കുന്ന, ദ്രോഹിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. എന്തായാലും ഇപ്പൊ സ്ത്രീകൾ പുരുഷന്മാരെ അടിക്കൂലല്ലോ, സാധ്യത വളരെ കുറവായിരിക്കും. ചില മനുഷ്യന്മാരൊക്കെ അങ്ങനെ ഉണ്ട്, ഉപദ്രവിക്കുന്നവർ, അടിക്കുന്നവർ. അത് ഹെൽമെറ്റ് എടുത്ത് അടിക്കുക, അടിച്ചിട്ട് ഛർദിക്കുക, അങ്ങനെയൊക്കെ കുറെ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. അതൊക്കെ എന്തെന്നറിയോ? അതൊക്കെ അധിക കാരണങ്ങളും ഇതാണ്. എന്റെ ഭാര്യ അതാരെ ഏൽപ്പിച്ചെന്നതാ? അവളുടെ ഉപ്പ ഏൽപ്പിച്ചെന്ന. ഭാര്യയുടെ ഉപ്പ മരണപ്പെട്ടു പോയ യതീമായ ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഭാര്യമാരെ കൂടുതൽ കെയർ ചെയ്യണം. കാരണം എന്താ? അവൾക്ക് ഞാരുമില്ലല്ലോ. അല്ലാതെ അനക്കിപ്പോ ആരാ ചോദിക്കാനും പറയാനുള്ളതെന്നല്ല ചോദിക്കണ്ടേ? അവൾക്ക് ആരുമില്ല, ഞാൻ സംരക്ഷകനാകണം എന്നാണ് വിചാരിക്കേണ്ടത്. ഞാൻ പറയുന്നത് ഈ സ്വഭാവങ്ങളൊക്കെ വരിക മനസ്സിലേക്ക് പലതും കയറുമ്പോഴാണ്, വേറെ പലരും കയറുമ്പോഴാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ വഹറ സിനാ വദ്ദിബ, വ്യഭിചാരവും പലിശയും ഒരു ഗ്രാമത്തിൽ, ഒരു പ്രദേശത്ത് വ്യാപകമായാൽ, ഫഖദ് അഹല്ലു ബി അൻഫുസിഹിം അദാബില്ലാ, അല്ലാഹുവിന്റെ ശിക്ഷ ആ നാട്ടിൽ ഇറങ്ങും. അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. അതിന് ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കരുതേണ്ട, ഒരു വിചാരം ഉണ്ടാകേണ്ട ഒന്നാണ്. നമുക്ക് അള്ളാഹു എന്തിനാ കുറെ സമ്പത്ത് തന്നത്? ആ സമ്പത്ത് നമ്മുടെ കുടുംബത്തിനും നമുക്കും സമൂഹത്തിനും സമുദായത്തിനും ദീനിനും ഒക്കെ ഉള്ളതാണ്. നമുക്ക് എന്തിനാ കുറെ സൗകര്യങ്ങൾ തന്നത്? സമ്പത്തും സൗകര്യങ്ങളും പ്രായവും ജോലിയും കാലവും ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോ, ഇത്രയൊക്കെ വയസ്സായില്ലേ, ഇനിയിപ്പോ ഈ ഭാര്യനെ വേണോ, ഇനിയിപ്പോ ഈ ഭർത്താവിനെ മതിയോ എന്നൊക്കെ ചോദിച്ചൊരു രസത്തിന് വേണ്ടി ഒരു ചാറ്റിങ്ങിലൂടെ, ഒരു കോളിങ്ങിലൂടെ പുതിയ ബന്ധങ്ങൾക്ക് സ്റ്റാർട്ട് ഇടുന്ന ഒരാളും ഒരിക്കലും വിചാരിക്കണില്ല, ഞാൻ ഈ വാട്സപ്പ് ചാറ്റിംഗ് നടത്തുന്നത്, ആദ്യം ഒരു ചാറ്റിംഗ് നടത്തും, പിന്നെ കുറെ ചാറ്റിംഗ് നടത്തും, പിന്നെ അത് കോളിംഗ് ആകും, പിന്നെ ആളുകൾ ഇതറിയും, അവസാനം ഞാൻ അവളെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഓൾ എനിക്ക് വിഷം നൽകുന്നു എന്ന് വിചാരിച്ചാൽ അത് തുടങ്ങണേ. ഇത് ഭയങ്കര സംഭവം എന്ന് വിചാരിച്ച് തുടങ്ങണ. പക്ഷെ സംഭവമാവില്ല. ഇത് കുടുംബജീവിതം കൊളാക്കി തകരാറിലാക്കി തരികയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ടിങ് മതം വളരെ കൃത്യമായി എതിർത്തു. അതെന്താ? വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, വ്യഭിചരിക്കരുത് എന്നല്ല, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് സമീപിക്കരുത്. കാരണം ഇന്നഹു കാന ഫാഹിശതൻ, അതൊരു വൃത്തികെട്ട സംഗതിയാണ്, അതൊരു വൃത്തികെട്ട സംഗതിയാണ്. വസാഅ സബീല, അത് മോശം മാർഗവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാം എവിടുന്ന് നിയന്ത്രണം വെച്ചു എന്നറിയോ? പുരുഷനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ ചില സമയങ്ങളിലൊക്കെ താഴ്ത്തേണ്ടി വരും. അപ്പൊ നമ്മളിങ്ങനെ താഴ്ത്തേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണം. അപ്പൊ കണ്ണെന്നാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. ഒന്നാമത്തേത് അതാണ്. ഒന്നാമത്തേത് ദൃഷ്ടികളെ നിയന്ത്രിക്കാൻ, കണ്ണിനെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയണം എന്നാണ്. അതാണ് അതിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് മതം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. രണ്ടാമതായി പറഞ്ഞു, നിങ്ങൾ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒറ്റപ്പെടരുത്. അപ്പൊ ആളുകൾക്ക് എന്ത് ഒറ്റപ്പെട്ട എന്താ? ഒറ്റപ്പെട്ട ആകാശം പൊളിഞ്ഞു വീഴോ? ആകാശം അങ്ങനെ അതിനൊന്നും പൊളിഞ്ഞു വീഴുന്ന സാധനമല്ല. ഇതൊക്കെ ക്ലീഷേ ഡയലോഗുകളാ. ആകാശം പൊളിഞ്ഞു വീഴോ? ഇതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ? എന്തപ്പോ അങ്ങനെ ഒന്ന് ചെയ്താൽ അല്ലേ?
നിങ്ങൾ ഒറ്റപ്പെടരുത്. ആ ഒറ്റപ്പെടരുത് എന്ന സന്ദേശം 6-ാം നൂറ്റാണ്ടിലെ സന്ദേശമാണ് എന്ന് കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് കളിയാക്കാം. ഇസ്ലാമിന്റെ നിയമമാണ്. നിങ്ങൾ സ്ത്രീയും പുരുഷനും മാത്രം ഒരു സ്ഥലത്ത് അധിക നേരം ഒറ്റപ്പെടരുത്. പിന്നെ മൂന്നാമതായിക്കൊണ്ട് അവിടെ ഒരു പൈശാചികമായ അവസ്ഥ ഉണ്ടാകുക. എല്ലാവർക്കും ഉണ്ടാവോ? ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്ത്രീക്ക് ഉണ്ടാവോ? ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാവോ? ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ മതം അതിന്റെ തുടക്ക പറയാം. ഇസ്ലാം ഏതൊരു കാര്യവും സാധ്യതയുള്ള ഒരു കാര്യത്തെയാണ് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അതുകൊണ്ട് ഒറ്റപ്പെടുന്നത് ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ അങ്ങനെ പറയും, സ്ത്രീക്കും പുരുഷനും എല്ലാ കാലവും ഫ്രണ്ട്സായി ജീവിക്കാൻ കഴിയും. കഴിയണോണ്ടാകാം. സ്ത്രീക്കൊരു പക്ഷേ കുറച്ചൊക്കെ ഇങ്ങനെ കഴിഞ്ഞു എന്ന് വരും. ഇതൊക്കെ ഈ സ്ത്രീ പുരുഷനെ കുറിച്ചുള്ള ബയോളജിക്കലായ പഠനം നടത്തിയാൽ തന്നെ ഈ സംഗതിയെ കുറിച്ച് ശരിക്കും മനസ്സിലാവും. വെറുതെ നമ്മൾ പറയണം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സാണ്. നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും. മാന്യമായി സംസാരിക്കാം. സ്ത്രീക്ക് പുരുഷനോട് സംസാരിക്കാം, പുരുഷന് സ്ത്രീയോട് സംസാരിക്കാം, അവരുമായി മാന്യമായി ഇടപഴക. അതിനൊന്നും ഇസ്ലാം എതിരല്ല. പക്ഷെ ഫ്രണ്ട്സാണെന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാ. എന്താ? ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഒരുമിച്ച് കുറെ നേരം ഏതെങ്കിലും സ്ഥലത്ത് പോയിരിക്കുക. എന്താ? ഞങ്ങൾ ഫ്രണ്ട്സാണ്. അത് പുതിയ തലമുറ ഇപ്പോ ഏതൊരു സംഗതിക്കും പിടിക്കപ്പെട്ട ആദ്യത പറയാ ഞങ്ങൾ ഫ്രണ്ട്സാണ്. പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തും കാട്ടിക്കൂട്ട, എന്തും ചെയ്യാ, എന്നിട്ട് അവസാനം ഫ്രണ്ട്സാണെന്ന് പറയാ. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ വാർത്തകൾ ഇങ്ങനെ വരിക. എങ്ങനെ വാർത്തകൾ വരിക? നിങ്ങള് 2024 മുതൽ 2025 വരെയുള്ള ഡിസംബർ വരെയുള്ള വാർത്തകൾ എടുത്താൽ 100-ലധികം പെൺകുട്ടികൾ ആൺ സുഹൃത്തുക്കളാൽ കൊല്ലപ്പെട്ടവരാണ്. നല്ല രസമാണ് ഹെഡിങ് വായിക്കാൻ. അങ്ങനെ പറയുള്ളൂ. എങ്ങനെ? ആൺ സുഹൃത്തിനാൽ കൊല്ലപ്പെട്ടു. അപ്പോഴും ഫ്രണ്ടാണ്. ഫ്രണ്ടിന്റെ മലയാളാണിത്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ നല്ലോണം കരുതണം. അവരേർപ്പെടുന്ന വ്യായാമത്തിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാകും. അവർ ഏർപ്പെടുന്ന ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാകും, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാകും, അവരുടെ ഫ്രണ്ട്സ് ഉണ്ടാകും, ഫ്രണ്ട്സിന്റെ കൂട്ടായ്മകൾ ഉണ്ടാകും. തോന്നിയതുപോലെ പ്രത്യേകമായ പേരുകളൊക്കെ നൽകി ഞങ്ങളൊരു 3 ദിവസത്തേക്ക് അങ്ങോട്ടൊരു യാത്രയാണെന്ന് പറയുമ്പോഴേക്ക് അത് വലിയൊരു പുരോഗമനാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാണ് എന്ന് എല്ലാത്തിനും പറയുന്ന മാതാപിതാക്കളായി കഴിഞ്ഞാൽ സങ്കടപ്പെടേണ്ടി വരും. മക്കൾക്ക് വയസ്സാകുന്നതിനനുസരിച്ച് ബാപ്പ പറയാൻ ഏറ്റവും ഉപ്പക്ക് പ്രയാസമുള്ള പദേതറിയോ? നോ എന്നുള്ള പദാണ്. മക്കൾക്ക് 14 വയസ്സ് കഴിയുമ്പോഴേക്ക് ഒരു കുറെ കാര്യം ചോദിക്കും. അപ്പൊ നമ്മുടെ പ്രായമുള്ള വാപ്പാരെന്താ വിചാരിക്കറിയോ? എന്റെ വാപ്പന്നെ കുറെ കാര്യങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രായമുള്ള വാപ്പാര് ആയിക്കോട്ടെ, പോയിക്കോ. എല്ലാത്തിനും യെസ് പറയാനാണെങ്കിൽ വാപ്പാന്റെ ആവശ്യമല്ല. കാരണം ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, നമ്മുടെ ഈ തലച്ചോറിന്റെ മുൻവശം, ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, ഡിസിഷൻ മേക്കിംഗ്, ഫ്യൂച്ചർ പ്ലാനിംഗ്, ഇതൊക്കെ ഒരു വ്യക്തിക്ക് പൂർണ്ണമായി മനസ്സിലാകുക 25 ഇയേഴ്സ് 25 വയസ്സിന് ശേഷം. 18 വയസ്സുള്ള കുട്ടി +2 ആയിരിക്കും, ഫുൾ A+ ആയിരിക്കും. പക്ഷെ ഈ കുട്ടിയുടെ എല്ലാ ചിന്തകളും ശരിയായി കൊള്ളുന്നില്ല. അപ്പൊ അതിനാര് വേണം? അതിനൊരു പക്ഷെ 7ാം ക്ലാസ് തോറ്റ വാപ്പയായിരിക്കും, 10ാം ക്ലാസ് ജയിച്ച മാത്രം ഉമ്മയായിരിക്കും. പക്ഷെ നിയന്ത്രണങ്ങൾ വെക്കാൻ തലച്ചോറ് ഉറച്ച ഉപ്പക്കും ഉമ്മക്കേ കഴിയുള്ളൂ. അപ്പൊ ചില നിയന്ത്രണങ്ങൾ നമ്മൾ വെക്കേണ്ടി വരും. അപ്പൊ രണ്ടാമത്തേതാണ് ഒറ്റപ്പെടുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലൂന റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ വമഅഹാ ദു മഹ്റമിൻ വലാ തുസാഫിരിൽ മർഅ ഇല്ലാ മഅ ദി മഹ്റമിൻ. ഒരു സ്ത്രീയും പുരുഷനും ഒരു രാത്രിക്കും പകലിനും കൂടുതലുള്ള യാത്ര ഒരു സ്ത്രീ നടത്തുമ്പോൾ അവിടെ മഹ്റം ആവശ്യമാണ്. ഒരു സ്ത്രീ യാത്ര പോകണം. എങ്ങനെ? ഒരു ദിവസത്തിലധികമുള്ള യാത്ര. അവിടെ ആര് വേണം? മഹ്റം വേണം. ഒന്നുകിൽ മഹ്റം കുറെ ആളുകളുണ്ട്, പല രൂപത്തിൽ മഹ്റമായി വരും. ഭർത്താവ് വേണം, അല്ലെങ്കിൽ സഹോദരൻ വേണം, അല്ലെങ്കിൽ ഉപ്പ വേണം, അല്ലെങ്കിൽ വല്യുപ്പ വേണം, അല്ലെങ്കിൽ സഹോദരൻ വേണം. ഇവരാരെങ്കിലും ഒരാൾ വേണം. അപ്പോഴേക്കും നമ്മളെ പെൺകുട്ടികൾ അപ്പൊ എനിക്കൊരു സ്വാതന്ത്ര്യമൊന്നുമില്ല. സ്വാതന്ത്ര്യം കൂടുതൽ ഉണ്ടാകുക ചെയ്യുന്നത് നമ്മളാണ്. ഒറ്റക്ക് പോണ്ടേ? നമ്മളെ കുട്ടിയാണെങ്കിൽ നമ്മളും കൂടി പോയി കൊടുക്കുക. അതൊരു സംരക്ഷണല്ലേ? എല്ലാവർക്കും വേണ്ടത് ബോഡി ഗാർഡല്ലേ? സംരക്ഷണല്ലേ? അതൊരു മോശാക്കല്ല. അതെന്തുകൊണ്ടോ വെച്ചാൽ ഒരു കുട്ടി 3 ദിവസം പോയി വന്നതിൽ സംഭവിക്കോ? സംഭവിക്കൂലായിരിക്കാം. പക്ഷെ സംഭവിക്കുന്നതിൽ നിന്ന് നമ്മുടെ പെൺമക്കളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അത് ഇസ്ലാമിന്റെ ഒരു നിയമം. ഇസ്ലാം ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിലെ നിയമങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്.
അടുത്തത് ഇടകലരൽ ശ്രദ്ധിക്കണം. ഇയ്യാകും വദ്ദുഖൂലു അലൻ നിസാഇ, സ്ത്രീകളുടെ അടുത്തേക്ക് പുരുഷന്മാരുടെ അടുത്തേക്ക് പോകുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പോകരുത്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ആർക്കും കൈ കൊടുക്കാം, എന്തും ചെയ്യാം, കൊടുക്കണേനൊന്നും കുഴപ്പമില്ലല്ലോ കരുതിക്കോളി. ഇതൊക്കെ എന്തിനാണെന്നറിയോ? നമുക്ക് രക്ഷപ്പെടാനുള്ള സംഗതിയാ. നാളെന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴേ ഞാൻ കൈ തന്നെ കൊടുത്തിട്ടില്ലല്ലോ ധൈര്യമായിട്ട് പറയല്ലോ. ഇസ്ലാം പറഞ്ഞാണ് പറ്റൂല, നമുക്ക് പറ്റൂല, ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ലിമായുഹീക്കും, നമുക്ക് ജീവിതം നൽകുന്ന, നമുക്ക് ജീവൻ നൽകുന്ന ഒന്നാണ്. അപ്പൊ നബിയോട് ഒരാൾ ചോദിച്ചു, ഖാലു അഫറഅയ്തൽ ഹംവ, പ്രവാചകരെ ഭർതൃ സഹോദരനാണെങ്കിലോ? ഇതിന്റെ അർത്ഥം ഭർത്താവിന്റെ സഹോദരനോട് സംസാരിക്കണ്ടെന്നോ, ഭർത്താവിന്റെ സഹോദരനോട് കാര്യങ്ങൾ വിശദീകരിക്കണ്ടെന്നോ, ജ്യേഷ്ഠൻ അനിയന്മാർ ഭർത്താവും സഹോദരനും തമ്മിൽ ഒരു വീട്ടിൽ താമസിക്കേണ്ട ഒന്നുമല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ നമ്മൾ താമസിക്കണത്. ഒരു വീട്ടിൽ ഭർത്താവ് ഉണ്ടാവും, അനിയൻ ഉണ്ടാവും, ബാപ്പ ഉണ്ടാവും, ഒരു പ്രശ്നമല്ല. പക്ഷെ നിയന്ത്രണങ്ങൾ വേണം. ആരുടെ കൂടെ പോണ്? ഭർത്താവിന്റെ അനിയന്റെ കൂടെ. എത്ര ദിവസം? എപ്പോഴും പോവാ, എങ്ങനെയും പോവാ, എപ്പോഴും എങ്ങനെയും പോകാം, ഏത് രൂപത്തിലും പോകാം. ഇതിന് നിയന്ത്രണങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ ഒന്നും സംഭവിക്കൊന്നുമില്ല. പക്ഷെ സംഭവിച്ചാലോ? അതുകൊണ്ടാണ് അവിടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അൽ ഹംബു അൽ മൗത്ത്, അത് മരണമാണ്. അപ്പൊ അതും പ്രശ്നമാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ആ വിഷയത്തിൽ ഭയങ്കരമായത് ഉണ്ടാകണം എന്നുള്ളതല്ല, പക്ഷെ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. ഇപ്പൊ നമ്മുടെ മകളെ ഒരു സ്ഥലത്തേക്ക് കല്യാണം അയച്ചു. എല്ലാ ദിവസവും ഇങ്ങനെ ആരെങ്കിലും ഒരു കസിന്, മറ്റേതാരാ ആങ്ങളന്റെ കുട്ടി, ഇതാരാ ജ്യേഷ്ഠന്റെ മോന്, ആരും ഒന്നാലോളം കൊണ്ടുപോകാം, എങ്ങോട്ടും പോകാം. അപ്പൊ അതൊരു പ്രശ്നത്തിലേക്ക് സാധ്യതയുള്ള ഒന്നല്ലേ. ആ സാധ്യത ഇസ്ലാം എന്ത് ചെയ്യാണ്? എതിർക്കുകയാണ്. അതുകൊണ്ട് ഇടകലരൽ, സ്പർശനം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മറ്റൊന്ന് പറഞ്ഞു സംസാരം, സ്ത്രീയോട് പ്രത്യേകിച്ച് പറഞ്ഞു. എന്ത്? ഖുർആനിലെ ആയത്താട്ടോ, ഫലാ തഖ്ളഅന ബിൽ ഖൗലി, നിങ്ങൾ പുരുഷന്മാരോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. ഖുർആനിലെ ആയത്താണ്. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറളുൻ, കാരണം ഏതെങ്കിലും ഒരു പുരുഷന്റെ മനസ്സിൽ വല്ല രോഗവും അതുണ്ടാക്കിയേക്കാം. ആരാ മനുഷ്യൻ സൃഷ്ടിച്ചത്? പടച്ചോനാണ്. അതുകൊണ്ട് വഖുൽന ഖൗലൻ മഅറൂഫ, എങ്ങനെ നിങ്ങൾ പുരുഷന്മാരോട് സംസാരിക്കണ്ടേ? ഡീസന്റ് ആയി സംസാരിക്കുക. പുരുഷൻ ഒരു സ്ത്രീയോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ മാന്യമായി അതിന് ഉത്തരം പറയാം, അല്ലേ? മാന്യമായി ഏത് സ്ഥലത്തും പോവുക, മാന്യമായി കാര്യങ്ങൾ സംസാരിക്കുക, മാന്യരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ശരിയല്ലാത്ത ഒരു സംസാരം ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് സംസാരിച്ചാൽ, ഒരു സ്ത്രീ തിരിച്ചു സംസാരിക്കണം എന്നല്ല, ആ സ്ത്രീ ശരിക്കിന് 2 സെക്കൻഡ് നോക്കിയാൽ മതി. അപ്പൊ ആ പുരുഷന് മനസ്സിലാവും ഇനി ആ സ്ത്രീയോട് അങ്ങനെ സംസാരിക്കാൻ പറ്റൂല എന്നുള്ളത്. നമ്മുടെ ഖുർആൻ പറഞ്ഞത് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്, ഡീസന്റ് ആയി സംസാരിക്കണം. അവസാനത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇസ്ലാമിക വേഷം. ഇസ്ലാമിക വേഷം എന്ന് പറഞ്ഞാൽ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം മറക്കുക എന്നുള്ളതാണ്. അത് ഖുർആനിൽ കൃത്യം പറഞ്ഞതാണ്. അതിന്റെ കീഴ്പ്പെട്ട് ഇനി കൊണ്ടുവരാൻ കഴിയൂലേ? അപ്പൊ ഒരു സ്ത്രീ എന്ത് ചെയ്യണം? മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം മറക്കണം. നമ്മുടെ ഭാര്യമാരൊക്കെ ശീലിപ്പിക്കണം. ലോകം തിരിച്ചു വരില്ല അങ്ങോട്ടൊക്കെ. നമ്മളിങ്ങനെ ഇവിടുന്ന് പാശ്ചാത്യരിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ പാശ്ചാത്യർ ഇങ്ങോട്ട് വരികയാണ്, കുറെ സംസ്കാരത്തിലും കൾച്ചറിലും ഒക്കെ. അപ്പൊ അവനവന്റെ ഭാര്യ, അവനവന്റെ മക്കൾ ഇസ്ലാമികമായ വേഷം ധരിക്കണം എന്നിടത്തേക്ക് നമ്മൾ എത്തിയാൽ ഒരു പ്രശ്നമല്ല. അത് ഖുർആൻ പറഞ്ഞതാണ്. എന്ത്? വലാ യുബ്ദീന സീനത്തഹുന്ന, അവരുടെ സൗന്ദര്യം അവർ പ്രദർശിപ്പിക്കരുത്. ആരുടെ മുൻപിലല്ലാതെ? ഈ മഹ്റമുകളുടെ മുൻപിലല്ലാതെ. ഈ നിയമങ്ങളൊക്കെ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ചത് വളരെ മാന്യമായി ഈ ലോകത്ത് ജീവിക്കാനാണ്. നല്ല ഉഷാറായി ഇവിടെ ജീവിക്കാം. കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. നമ്മുടെ മക്കൾക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പ്രയാസമുള്ള ഒരു സന്ദേശമായിട്ടല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തിനാണ് ഇസ്ലാം ഇങ്ങനെ പറഞ്ഞത്? അത് ഇന്നതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് ഇസ്ലാമിനോട് ഇഷ്ടം ഉണ്ടാവും, ഒരു സ്നേഹമുണ്ടാകും. അതനുസരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഇസ്ലാമികമായ സംസ്കാരവും കൾച്ചറും ഒക്കെ നാം പഠിപ്പിക്കുക. ഞാൻ സൂചിപ്പിച്ചത് ഖബർ ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ചില ശിക്ഷകളെ കുറിച്ചാണ് നാം സൂചിപ്പിച്ചു കൊണ്ടുവരുന്നത്. അതിലൊന്നാണ് വ്യഭിചാരം എന്നത്. അതിനെ മനുഷ്യർ എന്ന നിലക്ക് വളരെ ഗൗരവമായി നാം കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.